ഹായ് ഗേസ്, ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ബിസ്ക്കറ്റ് മത്സരമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആരാണ് കൂടുതൽ പെർഫോം ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഒരു 20 രൂപ സമ്മാനമായി കൊടുക്കുന്നതും പിന്നെ പോരാത്തിന് പ്രോത്സാഹന സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനയ്യാണ് ഫസ്റ്റ് തന്നെ മത്സരത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ളത്. അനയ്യ പറഞ്ഞത് ഒരു പാക്കറ്റ് നമുക്ക് പോരാ, അതിൽ കൂടുതൽ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നിട്ടുള്ളത്. പക്ഷേ ആദ്യം തന്നെ എടുത്ത് തിന്നുന്നത് കാണുമ്പോൾ അങ്ങനെ അധികം തിന്നും തോന്നുന്നില്ല. എന്നാലും 2-3 പൊറുക്കി തിന്നുന്ന്. 1 മിനിറ്റ് സമയവും 10 സെക്കൻഡുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുള്ളിൽ മാക്സിമം എത്ര കഴിക്കാൻ പറ്റൂ അതാണ് നമ്മൾ മത്സരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അനൈ ഇപ്പോൾ 4 ബിസ്ക്കറ്റാണ് കഴിച്ചിട്ടുള്ളത്. അടുത്തയാൾക്ക് കൊടുത്തിട്ടുണ്ട്. സാവന്തിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ 3 കഴിച്ചു. ഇപ്പോൾ ഇനിയിപ്പോൾ 4ാമത്തെ ബിസ്ക്കറ്റ് എടുക്കണം. 5 ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അനൈനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് സാബു വന്നിട്ടുള്ളത്. സാബു വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എത്ര കഴിക്കുമെന്ന് അറിയില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി മറ്റു കുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ട്. സാബുവിൻ്റെ സമയം ഇവിടെ തീരാകുമ്പോഴേക്കാണ് ഏകദേശം 50 സെക്കൻഡ് കഴിഞ്ഞു. 1 മിനിറ്റ് 10 സെക്കൻഡ് മാത്രമേ നമുക്കുള്ളൂ. അടുത്തയാൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള പ്രതീക്ഷയിൽ അടുത്തയാൾക്ക് പേടിച്ചിരിക്കുകയാണ്. ഏതായാലും സാബുവിൻ്റെ സമയം ഇവിടെ കഴിഞ്ഞു. അടുത്തയാൾ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തയാൾ വളരെ സൈലൻ്റായി വന്നിരുന്ന് വളരെ വിജയിയായി പോകുമെന്നുള്ള മട്ടിലാണ് ഇരുന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് അടുത്തയാൾ തിരക്കൊന്നുമില്ലാതെയാണ് കൈകാര്യം ചെയ്യുന്നത് കാണുന്നത്. മൂന്നാമത്തെ ആൾ 4 ബിസ്ക്കറ്റ് കഴിച്ചു. രണ്ടാമത്തെ ആൾ 3.5 ബിസ്ക്കറ്റാണ് കഴിച്ചത്. ആദ്യത്തെ ആൾ 4 ബിസ്ക്കറ്റ് കഴിച്ചു. ഇയാൾ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണുന്നത്. 4 എത്തുമെന്ന് തോന്നുന്നില്ല. ഇത് മിക്കവാറും അങ്ങനെയാണ്. ഇദ്ദേഹം 2 ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 4 ബിസ്ക്കറ്റ് കഴിച്ച 2 പേരെയും വീണ്ടും മത്സരത്തിന് വെച്ചിട്ടുള്ളത്. 4 ബിസ്ക്കറ്റ് വെച്ച് ആദ്യം കഴിച്ചു തീർന്നവർക്ക് വിജയ് ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ അനൈ 2 ബിസ്ക്കറ്റ് കഴിച്ചു. 3ാമത്തെ ബിസ്ക്കറ്റ് എടുത്തു. ആൽമിയ 2 ബിസ്ക്കറ്റ് കഴിച്ചു. ഇനി 3ാമത്തെ എടുക്കണത്രേ. അങ്ങനെയാണുള്ളത്. അനൈ ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടി സ്പീഡാക്കിയിട്ടാണ് ഈ മത്സരത്തിൽ കാണുന്നത്. ആദ്യം ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഇത്ര സ്പീഡില്ല. രണ്ടാമത് 2 പേരുള്ളത് കൊണ്ട് വേഗം ബിസ്ക്കറ്റ് തിന്ന് തീർക്കണം എന്നുള്ള തിരക്കിലാണ് ഇരുന്നിട്ടുള്ളത്. ഇനി ആകെ 1 ബിസ്ക്കറ്റും കൂടിയല്ലോ. തൊണ്ടക്കെല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. വെള്ളം എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുടിക്കണമെങ്കിൽ കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വെള്ളമൊന്നും കുടിക്കാൻ സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള മട്ടിലാണ് ഇവരുടെ ഭക്ഷണം കഴിക്കൽ. ഏതായാലും ആരാ ജയിക്കുക നോക്കൽ. ആൽമിയും വിട്ട് കൊടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ കഴിക്കുന്നുണ്ട്. 4ാമത്തെ ബിസ്ക്കറ്റ് എടുത്ത് അനൈ എടുത്തു. ആൽമിയ 3ാമത്തെ ബിസ്ക്കറ്റ്. അത് തീർന്ന ഉടനെ ആൽമിയ സ്പീഡാക്കും. ആരാ ജയിക്കുക എന്ന് കണ്ടിട്ടുണ്ട്. അനൈ എത്രയും പെട്ടെന്ന് ഇട്ടു അത് തീർത്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ അനൈ തന്നെയായിരിക്കും വിജയം തോന്നുന്നു. പ്രോത്സാഹന സമ്മാനമായി ഇവർക്ക് ബിസ്ക്കറ്റ് കൂടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് കൊടുത്തിരിക്കാതെ അടുത്തായി പ്രോത്സാഹന സമയമായി എല്ലാവർക്കും ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ചലഞ്ചിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.